അങ്ങനെ നമ്മൾ നേരെ ഐസ് വാങ്ങാൻ വന്നിരിക്കുകയാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മീനിടുന്ന ഐസാണ്. ഇനി ഇത് പൊടിച്ച് നെറുക്കിയെടുത്ത് നമ്മൾ ചാക്കിലാക്കണം. ഇങ്ങനെയാണ് ഗൈസ് മീനിടുന്ന ഐസ് പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഭായിമാർ പൊടിച്ച് ചാക്കിലാക്കി നമുക്ക് വണ്ടി വെച്ച് നേരെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വീപ്പയ്ക്കകത്തിട്ട് അതിനകത്ത് ഇറങ്ങി. ഇത്ര ഐസൊക്കെ ആദ്യമായിട്ടാണ് ഗൈസ് നമ്മൾ മേടിക്കുന്നത്. ഇനി എന്താവും നമുക്ക് നോക്കാം. നമ്മൾ അതിനൊരു പറ്റിയ സൈറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പിള്ളേരൊക്കെ വിളിക്കും. വീപ്പേ പിള്ളേരൊക്കെ പറന്നു വന്നു. നമുക്ക് ഇനി എന്തായാലും കാര്യങ്ങൾ നോക്കാം. ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ മുങ്ങത്തില്ല, പക്ഷേ ഇരുന്ന് കഴിഞ്ഞാൽ മുങ്ങും. അങ്ങനെ വീപ്പ എവിടെ വെക്കണമെന്നുള്ള ചർച്ചയിലാണ് ഇപ്പൊ നടക്കുന്നത്. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് വീപ്പയ്ക്കകത്ത് വെള്ളം നിറയ്ക്കുക എന്നുള്ളതാണ്. വെള്ളം നിറച്ചിട്ട് വേണം നമുക്ക് ഐസ് ഐസൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടോ. നമ്മൾ വിചാരിച്ചതിലും അധികം തണുപ്പാണ് ഗൈസ് ഇതിനകത്ത്. ഇനി നമുക്ക് വീപ്പയ്ക്കകത്ത് ഇറങ്ങാനുള്ള സമയമായിരിക്കാണ് ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. ഇപ്പൊ എന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഫ്രീസറിനകത്ത് അടച്ചു വെച്ച മീൻ്റെ കണക്കാണ്. ശരീരം ഫുള്ളൊരു മരവിച്ച അവസ്ഥയായിരുന്നു ഗൈസ് കുറച്ചു നേരത്തേക്ക്. അടുത്ത് നമ്മൾ കൊട്ടി മുങ്ങിയിട്ടുണ്ട്. ഇവന്റെ എക്സ്പ്രഷൻ എന്താന്ന് നമുക്ക് നോക്കാം. കുറെ നാളിന് ശേഷം വെള്ളം പുറത്തുകൊണ്ട് ഒരു എക്സ്പ്രഷൻ ആണ് ഗൈസ് ഇവന്. അങ്ങനെ നമ്മൾ ഒന്നുകൂടെ മുങ്ങിയിട്ട് നേരെ കുളത്തിലേക്ക് ചാടിയിരിക്കുന്ന തണുത്ത വെള്ളത്തിൽ നേരെ ചൂടുവെള്ളത്തിലോട്ട് വീഴുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് നമ്മൾ എല്ലാവരുമായിട്ട് കുളത്തിൽ കുറച്ചേരം കുളിച്ചു നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.